നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ 2014 നരേന്ദ്രമോദി ഏറ്റവും അധികം കോൺഫിഡൻസോടുകൂടി പ്രചരണം നടത്തിയത്. കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്ന രീതിയിലേക്കായിരുന്നു അന്ന് പോരാട്ടം നടത്തിയത്. നിരവധിയായ റാലികൾ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാനായിരുന്നു അന്ന് BJPയുടെ ശ്രമം. കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 123 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ അന്ന് BJPക്ക് കഴിഞ്ഞു. അന്ന് ശിവസേനയ്ക്ക് 63 സീറ്റുകളാണ് സ്വതന്ത്രമായി മത്സരിച്ച് നേടിയത്. അതായത് NCPയും കോൺഗ്രസും വെവ്വേറെയും ശിവസേനയും BJPയും വെവ്വേറെയും ആ രീതിയിലായിരുന്നു അന്ന് നിയമസഭയിലേക്ക് പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിനൊടുവിൽ ശിവസേനയ്ക്ക് 63 സീറ്റ് കിട്ടി. ആ ശിവസേന ഒടുവിൽ മന്ത്രിസഭയിൽ ചേരുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്നാൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്ക് വാക്ക് കൊടുത്തത് പ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും എന്ന ഒരു പ്രതീക്ഷയിന്മേലാണ് അവർ BJPയുമായി സഖ്യം ചേർന്ന് അവിടെ മത്സരിച്ചത്. BJPക്ക് 105 സീറ്റും ശിവസേനയ്ക്ക് 56 സീറ്റുമായി മൊത്തം 161 സീറ്റുമായി അധികാരത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ശിവസേനയോട് വഞ്ചന കാണിച്ചതിൻ്റെ പേരിൽ ഉദ്ധവ് താക്കറെയും അതുപോലെ NCPയും കോൺഗ്രസും ചേർന്നാണ് അന്ന് മഹാവികാസ് അഘാടി സഖ്യം രൂപീകരിച്ചത്. എന്നാൽ വളരെ നാളുകൾ കഴിയാതെ തന്നെ 2 കൊല്ലത്തെ ഭരണത്തിന് ശേഷം ഉദ്ധവ് താക്കറെ കൃത്യമായും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശിവസേനയെ പിളർത്താൻ BJPക്ക് കഴിഞ്ഞിരുന്നു. ഇക്കൊല്ലം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയില്ല. കാരണം അതിന് മാത്രമായിട്ടുള്ള സീറ്റ് BJPയുടെ കയ്യിലില്ല. BJPക്ക് വീതിച്ച് നൽകണമെങ്കിൽ പോലും ഷിൻഡെ വിഭാഗത്തെയും അതുപോലെ അജിത് പവാർ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തേണ്ടതായുണ്ട്. മാത്രമല്ല, കേവല ഭൂരിപക്ഷത്തിലേക്ക് എന്ന രീതി ഇനി BJPക്ക് അവലംബിക്കാൻ കഴിയില്ല. മഹാരാഷ്ട്രയിൽ BJPയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കേവല ഭൂരിപക്ഷം നേടിയെടുക്കുക എന്നുള്ള രീതി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ നാണംകെട്ട തോൽവി അത് അവരുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേവലം 9 സീറ്റുകൾ മാത്രമാണ് 48 ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ BJPക്ക് ജയിക്കാനായത്. സഖ്യത്തിന് മൊത്തത്തിലായി 17 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും BJPക്ക് ഉണ്ടായ കനത്ത നഷ്ടം അത് അവരുടെ ആഘാതം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കോൺഗ്രസ്സിന് ഒന്നിൽ നിന്ന്, അതായത് 2019 1 സീറ്റ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും 13 സീറ്റിലേക്ക് ഉയർത്തിയെടുക്കാൻ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റും അതുപോലെ തന്നെ ശരത് പവാർ വിഭാഗത്തിന് 8 സീറ്റും അങ്ങനെ 30 സീറ്റും അതിനുശേഷം ഒരു സ്വതന്ത്ര MP കൂടി കോൺഗ്രസ് അംഗത്വം എടുത്തതോടുകൂടി 31 എന്ന ടാലിയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് അഥവാ മഹാവികാസ് അഘാടി സഖ്യത്തിന് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ പോലും BJPക്ക് ഉണ്ടായ കുറവ്, നന്നേ കുറവ്, അത് രേഖപ്പെടുത്തുന്നത് വലിയ രീതിയിൽ അവർക്ക് തളർച്ച നേരിടാൻ സാഹചര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഉദ്ധവ് താക്കറെ നീങ്ങുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ പേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറേക്ക് ഒരു രീതിയിലുള്ള പിരിമുറുക്കവും ഇല്ല. വളരെ കോൺഫിഡൻസോടുകൂടി നിയമസഭാ പോരാട്ടത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും ഇന്ത്യ മുന്നണിയും.